തെഹാവൂർ ഹുസൈൻ റാണ കനേഡിയൻ പൗരത്വമുള്ള മുൻ പാകിസ്ഥാൻ ആർമി ഡോക്ടറിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ സ്തംഭിപ്പിച്ച് മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ കണ്ണികളിലൊരാൾ. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ റാണയെ 17 വർഷം നീണ്ട തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ US-ൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് തന്നെ കൈമാറുന്നത് തടയണമെന്ന് ഇയാൾ US കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇയാളുടെ അപ്പീലുകൾ US കോടതി തള്ളുകയാണുണ്ടായത്. US-ലെ ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ NSG, NIA എന്നീ ഏജൻസികളുടെ കനത്ത സുരക്ഷയിലാണ് റാണയെ ന്യൂഡൽഹിയിൽ എത്തിച്ചത്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം വ്യാഴാഴ്ച രാത്രി 10:30 പട്യാല ഹൗസ് കോടതിയിലെ പ്രത്യേക NIA ജഡ്ജി ചന്ദേർജിത് സിംഗിന് മുന്നിൽ റാണയെ ഹാജരാക്കി. ജയിൽ വാൻ, ആർമേർഡ് സ്വാറ്റ് അഥവാ കവചിത സ്വാറ്റ് വാഹനം എന്നിവ ഉൾപ്പെടുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ കനത്ത സുരക്ഷയിൽ ഇയാളെ ഡൽഹിയിലെ പാട്യാല ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഡൽഹി സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പീയൂഷ് സച്ദേവയാണ് റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. കേന്ദ്ര സർക്കാരിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മാനും NIAക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ദയാൻ കൃഷ്ണനുമാണ് ഹാജരായത്. റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. 2008 ആക്രമണത്തിന് പിന്നിലെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരുന്നതിന് ഇയാളുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണെന്ന് NIA പറയുന്നു. ഇനി ആരാണ് തെഹാവൂർ ഹുസൈൻ റാണ? 2008 മുംബൈ ഭീകരാക്രമണവുമായി ഇയാളുടെ ബന്ധം എന്താണ്? ഒന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൗരനാണ് 64-കാരനായ തെഹാവൂർ ഹുസൈൻ റാണ. പാകിസ്ഥാനിലെ ഷിജാവത്നിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു റാണയുടെ ജനനം. ഹസൻ അബ്ദൽ കേഡറ്റ് കോളേജിലെ പഠനകാലത്താണ് ഇയാൾ ആദ്യമായി ദാവൂദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പരിചയപ്പെടുന്നതും കൂട്ടുകൂടുന്നതുമൊക്കെ. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിരുന്നു ഹെഡ്ലിയും. വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൽ ഇയാൾ ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചു. ശരിക്കും മെഡിക്കൽ സർവീസിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് വഴിമാറിയ തെഹാവൂർ റാണയുടെ ജീവിതം ആരെയും ഞെട്ടിപ്പിക്കും. പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് 1997 ഇയാൾ മേജറായി വിരമിച്ചു. പിന്നീട് ബിസിനസ് രംഗത്തേക്ക് മാറുകയായിരുന്നു. ഒരു ഇമിഗ്രേഷൻ സേവന സ്ഥാപനമാണ് റാണ നടത്തിയിരുന്നത്. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താൻ വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ ഈ ഒരു സ്ഥാപനമായിരുന്നു. മുംബൈയിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന വ്യാജേന ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചു. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപായി ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും ഹെഡ്ലി മുംബൈയിൽ എത്തിയപ്പോൾ റാണ സഹായവും നൽകി. ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ നിന്ന് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലെ റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു. ആക്രമണത്തിന്റെ ഭാഗമായി ISI പ്രവർത്തകനായ മേജർ ഇക്ബാലുമായും റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. 2008 മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ റാണ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. റാണ ഇന്ത്യ വിട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയെന്ന കുറ്റത്തിന് 2009 ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ US-ലെ ലോസ് ഏഞ്ചൽസിൽ ജയിലിലായിരുന്നു. 2013 ലഷ്കർ-ഇ-തോയ്ബയെ പിന്തുണയ്ക്കാൻ ഗൂഢാലോചന നടത്തിയതിനും ഡെൻമാർക്കിൽ ലഷ്കർ-ഇ-തോയ്ബ സ്പോൺസർ ചെയ്ത ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനും റാണയെ 14 വർഷം തടവിന് ശിക്ഷിച്ചു. മുംബൈ ആക്രമണത്തിൽ 6 അമേരിക്കക്കാരുടെ കൊലപാതകത്തിനും ഡെൻമാർക്കിൽ നടന്ന ആക്രമണത്തിനും സഹായം നൽകിയതിനും ഉൾപ്പെടെ 12 ഭീകരവാദ കുറ്റങ്ങളിലും ഹെഡ്ലി കുറ്റക്കാരനാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. കേസുകളിൽ മാപ്പുസാക്ഷിയായി മാറിയ ഹെഡ്ലി ഇപ്പോൾ US കസ്റ്റഡിയിലാണുള്ളത്. എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളും 6ാം പ്രതിയുമായ റാണയെ ഇന്ത്യക്ക് കൈമാറിയത് മുംബൈ ആക്രമണത്തിന് പിന്നിലെ സംഘത്തിലെ ഇതുവരെ പേര് പുറത്തു വരാത്ത മറ്റ് കണ്ണികളിലേക്ക് എത്തിക്കാം. ഒപ്പം സാമ്പത്തിക തലസ്ഥാനം ആക്രമിച്ച 10 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെ സഹായിച്ചതിൽ പാകിസ്ഥാൻ ഏജൻസികളുടെയും സൈന്യത്തിന്റെയും മറ്റുള്ളവരുടെയും പങ്കും വ്യക്തമാക്കിയേക്കാം.